ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ അടുത്തതായിട്ട് പറയുന്നത് ബിവോക്ക് ഡയാലിസിസ് സെക്കൻഡ് സെമ്മിലെ ക്ലിനിക്കൽ ഡയാലിസിസ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിലെ യൂണിറ്റ് 2-ലെ അടുത്ത ഭാഗങ്ങളാണ് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ഓഡിയോയിൽ പറഞ്ഞു നിർത്തിയത് ഇമ്മ്യൂണൈസേഷൻ റെക്കമെൻഡേഷൻ ഫോർ ഡയാലിസിസ് പേഷ്യൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗമായിരുന്നു. അതിൽ 3-ാമത്തെ പോയിന്റ് മുതലാണ് ഈ ഒരു ഓഡിയോയിൽ പറയുന്നത്. നമ്മളിപ്പോൾ എം ഐ സി എന്ന് പറയുന്നത് മിനിമം ഇൻഹിബിറ്ററി കോൺസെൻട്രേഷനാണ്. അപ്പോൾ മിനിമം ഇൻഹിബിറ്ററി കോൺസെൻട്രേഷൻ നമുക്ക് അറിയാമെങ്കിൽ നമ്മളുടെ ഓർഗാനിസം അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എത്തിയിട്ടുള്ള ഏതെങ്കിലും ഒരു ഓർഗാനിസത്തിന് എതിരെയുള്ള അമിനോ ഗ്ലൈക്കോസൈഡിൻ്റെ വാല്യൂയും നമുക്ക് എന്ത് ചെയ്യേണ്ടതാണ്, നമ്മൾ നിശ്ചയിക്കേണ്ടതാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഡ്രഗുകൾ എത്രത്തോളം നമ്മുടെ ശരീരത്തിൽ ഇതുപോലുള്ള ബാക്ടീരിയാസ് ഉണ്ടോ, അപ്പോൾ അതിനനുസരിച്ചുള്ള ഡ്രഗ്സുകളാണ് നമ്മൾ അവരുടെ ശരീരത്തിലോട്ട് നമ്മൾ കൊടുക്കേണ്ടത്. പിന്നെ of course one cannot exceed maximum safe peak drug levels. However, in some instances MIC may be quite low, allowing a reduction in aminoglycoside dosage and serum drug levels without compromising treatment efficiency. ഇപ്പോൾ MIC എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴാണ് ലോ ആയിട്ട് വരുന്നത്, നമ്മുടെ ശരീരത്തിലുള്ള അമിനോഗ്ലൈക്കോസൈഡിൻ്റെ റിഡക്ഷനൊക്കെ സംഭവിക്കുമ്പോൾ, അതുപോലെ തന്നെ നമ്മുടെ അമിനോഗ്ലൈക്കോസൈഡിൻ്റെ ഡോസേജ് ആണെങ്കിലും അതുപോലെ സിറം ഡ്രഗ് ലെവൽസൊക്കെ കുറഞ്ഞു പോകുന്ന സന്ദർഭത്തിലൊക്കെയാണ് എന്ത് വരുന്നത്, നമുക്ക് കുറഞ്ഞു പോകുന്ന സന്ദർഭങ്ങളിലൊക്കെയാണ് നമുക്ക് MIC എന്ന് പറയുന്നത് ലോ ആയിട്ട് വരുന്നത്. അപ്പോൾ അതിലൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, എരിത്രോമൈസിൻ എന്ന് പറയുന്നത്. ഈ എരിത്രോമൈസിൻ എന്ന് പറയുന്നത് 5 തൊട്ട് 20% നമ്മളൊരു നോൺ യൂറിമിക് ആയിട്ടുള്ള പേഷ്യൻസിൻ്റെ റീനൽ എക്സ്ക്രീഷനിലൂടെ പുറത്തു പോകുന്നുണ്ട്. അതുപോലെ തന്നെ ആൻഡ് റിക്വയർസ് നോ ഡോസേജ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇൻ ദ പ്രസൻസ് ഓഫ് renal insufficiency. The use of erythromycin has been largely supplanted by azithromycin and clarithromycin. നമുക്ക് ഇതുപോലെ തന്നെ എരിത്രോമൈസിൻ യൂസ് ചെയ്യുന്നത് പോലെ തന്നെ അസിത്രോമൈസിൻ ആണെങ്കിലും അതുപോലെ തന്നെ ക്ലാരിത്രോമൈസിൻ ആണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇതിനൊക്കെ ഫേവറബിൾ ആയിട്ടുള്ള സൈഡ് എഫക്റ്റ് പ്രൊഫൈലും അതുപോലെ തന്നെ ഫ്യൂവർ ഡ്രഗ് ഇൻറ്ററാക്ഷൻസ് ഒക്കെയാണ് ഉള്ളത്. ഇനി ക്ലാരിത്രോമൈസിൻ എന്ന് പറയുന്നത് doses should be reduced by 50% in those patients with the CRCL. ക്ലാരിത്രോമൈസിൻ ഡോസസ് ഒക്കെ നമ്മൾ 50% ഒക്കെ കുറയ്ക്കുന്നത്, റെഡ്യൂസ് ചെയ്യുന്നതൊക്കെ നമുക്ക് CRCL പേഷ്യൻസിലൊക്കെയാണ് ഇതിൻ്റെ ക്ലാരിത്രോമൈസിൻ്റെ ഡോസസിലൊക്കെ റിഡക്ഷൻസ് ഒക്കെ വരുന്നത്. നെക്സ്റ്റ് പറയുന്നത് മൈക്കോപ്ലാസ്മ ന്യൂമോണിയ ആണ്. നമുക്ക് ഈ മൈക്കോപ്ലാസ്മ ന്യൂമോണിയ വരുമ്പോൾ ഇവിടെ കൊടുക്കുന്ന മെഡിസിൻ എന്ന് പറയുന്നത് ടെലിത്രോമൈസിൻ ആണ്. ടെലിത്രോമൈസിൻ എന്ന് പറയുന്നത് നമുക്ക് മൈൽഡ് ആൻഡ് മോഡറേറ്റ് കമ്മ്യൂണിറ്റി അക്വയർഡ് ന്യൂമോണിയാസിനൊക്കെ നമുക്ക് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യാം. പിന്നെ സേഫ്റ്റി ഇഷ്യൂസ് റിഗാർഡിംഗ് ഹെപ്പാറ്റോടോക്സിറ്റി ആൻഡ് ഫാറ്റൽ കേസസ് ഓഫ് മയാസ്തനിയ ഗ്രാവിസ് all alerted the Food and Drug Administration and led them to remove prior approved indications for acute bacterial sinusitis and acute bacterial exacerbations of chronic bronchitis. നമ്മളപ്പോൾ പറഞ്ഞു ടെലിത്രോമൈസിൻ എന്ന് പറയുന്നത് നമുക്ക് ന്യൂമോണിയക്കെതിരേക്ക് നമ്മൾ കൊടുക്കുന്നതാണ്. പിന്നെ പറയുന്നത് നമുക്ക് ഹെപ്പാറ്റോടോക്സിറ്റി ആണെങ്കിലും അവരുടെ, അതായത് ഈ ടെലിത്രോമൈസിൻ കൊടുക്കുന്ന ആളുകളുടെ ലിവർ കൃത്യമാണോ അതുപോലെ തന്നെ ടോക്സിക് ആണോ എന്നുള്ള കാര്യങ്ങൾ, മയാസ്തനിയ ഗ്രാവിസ് ഓൾട്ടേർഡ് ആയിട്ടുള്ള, അതായത് മയാസ്തനിയ ഗ്രാവിസ് എന്ന് പറഞ്ഞെങ്കിൽ മസിൽസിനൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ടുള്ളവരിലാണ്. അവരിൽ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷനിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ് ഈ മൈക്കോപ്ലാസ്മയുടെ മെഡിസിൻ കൊടുക്കുമ്പോൾ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ബാക്ടീരിയ സൈനസൈറ്റീസോ അതുപോലെ തന്നെ ബാക്ടീരിയ എക്സർബേഷൻസ് അല്ലെങ്കിൽ ക്രോണിക് ബ്രോങ്കൈറ്റിസ് ഒക്കെ ഉള്ള പേഷ്യൻസ് ആണോ ഈ മൈക്കോപ്ലാസ്മ അതായത് ഉള്ള പേഷ്യൻസിനാണ് ഈ മൈക്കോപ്ലാസ്മ ന്യൂമോണിയ എത്തിയിട്ടുള്ളത് എന്ന് നോക്കേണ്ടതാണ്. അതൊക്കെ അനുസരിച്ചിട്ട് വേണം നമ്മൾ ടെലിത്രോമൈസിനൊക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഇനി ഹീമോഡയാലിസിസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ 600 മില്ലിഗ്രാം ആണ് ഒരു പ്രാവശ്യം നമ്മൾ ഡെയിലി കൊടുക്കാനായിട്ട് പറയുന്നത്. പിന്നെ
better that the dose should be further reduced to 400 milligram once daily. നമ്മളിതേപോലെ തന്നെ എന്താണ് ഇതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ ഹെപ്പാറ്റിക് ഇമ്പയർമെൻ്റ് ഒക്കെ പേഷ്യൻസിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അളവിൽ നമ്മൾ 400 milligram വൺസ് എ ഡെയിലി എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലാക്കി മാറ്റുന്നതാണ്. അടുത്തതായിട്ട് പറയുന്നത് ഗ്ലൈക്കോപെപ്റ്റൈഡ്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ ഗ്ലൈക്കോപെപ്റ്റൈഡ്സ് എന്ന് പറയുന്നത് വാങ്കോമൈസിനാണ് നമുക്ക് ഇവിടെ യൂസ്ഫുൾ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഈ വാങ്കോമൈസിൻ എന്ന് പറയുന്നത് നമ്മുടെ കിഡ്നീസ് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പേഷ്യൻ്റെ കിഡ്നി അയച്ചിട്ടുണ്ടെങ്കിൽ ആ കിഡ്നി ഈ വാങ്കോമൈസിനൊക്കെ എക്സ്ക്രീറ്റ് ചെയ്യുന്നതാണ്. പിന്നെ ഇൻ പാസ്റ്റ് ഡോസ് കുഡ് ബി അഡ്മിനിസ്ട്രേഡ് എവറി 7 to 10 days in patient with no renal excretory function since drug removal is negligible when low flux dialyzers are removed. അപ്പോൾ ഇതിൽ പറയുന്നത് നമുക്ക് എന്താണ് ഒരു 7 to 10 days ഒക്കെയാണ് നമ്മൾ ഈ ഒരു വാങ്കോമൈസിൻ്റെ ഡോസൊക്കെ കൊടുക്കുന്നത്. അവർക്ക് എന്താണ് ഈ 7 to 10 daysലൊക്കെ നമുക്ക് കൊടുക്കുന്നവർക്ക് എന്താണ് റീനൽ എക്സ്ക്രീറ്ററി ഫങ്ഷൻസിന് പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവാനായിട്ട് പാടില്ല. പിന്നെ റിമൂവൽ എന്ന് പറയുന്നത് നമുക്ക് പണ്ട് കാലത്തൊക്കെ നമ്മൾ ഈ ഒരു മെഡിസിൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹൈ ഫ്ലക്സ് ഉള്ള മെഷീനുകളൊന്നും അല്ലായിരുന്നു അന്ന് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്, ലോ ഫ്ലക്സ് ഉള്ള മെഷീനുകളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വാങ്കോമൈസിൻ നമുക്ക് എന്താണ് ലോ ഫ്ലക്സ് ഉള്ള മെഷീനുകളിലൊന്നും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം നമ്മൾ ഇതിൻ്റെ സപ്ലിമെൻറ്റ്സ് ഒക്കെ നമ്മൾ എന്താണ് ഒരു ഹൈ ഫ്ലക്സ് ആയിട്ടുള്ള മെംബ്രെയിനിൽ ഇല്ലെങ്കിൽ പുതിയ നൂതന വിദ്യയിലുള്ള ഡയാലിസിസ് മെഷീനുകളിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സെറം ഡ്രഗ് ലെവലുകൾ എന്ന് പറയുന്നത് സെറത്തിലുള്ള ഡ്രഗ്സ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് തീരുമാനിക്കുന്നത് നമ്മുടെ ബാക്ടീരിയൽ ലെവലുകളാണ്. നമ്മുടെ ശരീരത്തിൽ എത്രത്തോളം ബാക്ടീരിയാസ് ജീവിച്ചിരിക്കുന്നു അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ സെറം ഡ്രഗ് ലെവൽ നമുക്ക് നിലനിർത്തേണ്ടത്. ഇൻ ദ പാസ്റ്റ് ടാർജറ്റ് പീക്ക് ആൻഡ് ത്രൂ പ്ലാസ്മ കോൺസെൻട്രേഷൻ പെർ ടിപ്പിക്കലി 30 to 40 and 5 to 10 milligram per liter respectively, and a useful regimen was to give a 1 gram going dose followed by 500 milligram after each dialysis session. നമ്മളൊരു 1 gram ലോഡിങ് ഡോസ് നമ്മൾ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡയാലിസിസിന് ഹീമോഡയാലിസിസ് സെഷനിൽ നമ്മളത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഡ്രഗുകൾ നമ്മുടെ പേഷ്യൻസിനെ മരണത്തിൽ നിന്ന് മാറ്റുന്നുണ്ട്. ഹവർ ദീസ് ഡോസസ് ആർ ഫ്രീക്വൻ്റ്ലി ഇൻഎഡിക്കേറ്റ് എസ്പെഷ്യലി ഇൻ പേഷ്യൻ്റ് വിത്ത് ഹൈ ബോഡി മാസ് ഇൻഡെക്സ്. അപ്പം അതായത് നമുക്ക് ഈ ഒരു മെഡിസിൻ എന്ന് പറയുന്നത് ആവശ്യമില്ലെങ്കിൽ എന്ത് സംഭവിക്കും, അതിനും കൂടി നമ്മുടെ ശരീരത്തിന് നമ്മുടെ കിഡ്നീസിന് എന്താണ് നീക്കേണ്ടി വരാറുണ്ട്. അപ്പം എന്താണ് അപ്പോൾ ഹവർ ദീസ് those are recently indicate. Okay, അപ്പം however these doses are frequently inadequate especially in patient with a high body mass index. അപ്പം ഈ ഡോസൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മുടെ പേഷ്യൻസിനത് മതിയാവുന്നത്ര ആയിട്ടില്ലെങ്കിൽ പേഷ്യൻസിൽ എന്താണ് ഹൈ ബോഡി മാസ് ഇൻഡെക്സ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഇനി ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് റിസൾട്ട് ചെയ്യുന്നത് എന്താണ് ഹയർ ആയിട്ടുള്ള വാങ്കോമൈസിൻ ത്രൂ ലെവൽസ് ആണ്. ഇപ്പോൾ ഹയർ ആയിട്ടുള്ള വാങ്കോമൈസിൻ എന്നൊക്കെ പറയുമ്പോൾ 15 to 20 milligram per liter ആണ്. ഹോസ്പിറ്റലൈസ്ഡ് പേഷ്യൻസിൽ ഇതേപോലെ തന്നെ ലൈഫ് ത്രെട്ടനിങ് ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ വാങ്കോമൈസിൻ ഡോസുകളൊക്കെ 25 to 30 milligram per kilogram എന്ന് പറഞ്ഞിട്ടുള്ള കണക്കിലാണ് എടുക്കുന്നത്. ലോഡിംഗ് ഡോസ് എന്ന് പറയുന്നത് ഫോളോഡ് ബൈ പോസ്റ്റ് ഹീമോഡയാലിസിസ് സപ്ലിമെൻറ്റ്സ് ഗൈഡഡ് ബൈ ത്രൂ ലെവൽസ്. പോസ്റ്റ് ഹീമോഡയാലിസിസ് ഡോസസ് എന്ന് പറയുന്നത് 500 തൊട്ട് 1000 milligram അല്ലെങ്കിൽ 5 തൊട്ട് 10 milligram per kilogram ആണ്. പിന്നെ എന്താണ് വാങ്കോമൈസിൻ എന്ന് പറയുന്നത് നമുക്ക് റിമൂവ് ചെയ്യുന്നത് എന്താണ് എക്സ്റ്റെൻഡ് ബൈ പെരിറ്റോണിയൽ ഡയാലിസിസ്. നമ്മൾ സാധാരണയായിട്ട് ഈ വാങ്കോമൈസിനൊക്കെ റിമൂവ് ചെയ്യുന്നത് പെരിറ്റോണിയൽ ഡയാലിസിസ് സമയത്താണ്. വാങ്കോമൈസിൻ അഡ്മിനിസ്ട്രേഷൻ നമ്മൾ നടത്തുന്നത് പെരിറ്റോണിയൽ ഡയാലിസിസ് ഫ്ലൂയിഡിലൂടെയാണ്.
fluid 15 to 30 milligram per liter of peritoneal dialysis fluid and systemic administration of peritoneal dialysis patient is with a loading dose of 1000 milligram followed by 500 to 1000 milligram every day 48 to 72 hours with close monitoring of levels. ഇപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് അഡ്മിനിസ്റ്റർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞു. ലോഡ് ഡോസ് എന്ന് പറയുന്നത് 1000 മില്ലിഗ്രാം ആണെങ്കിൽ ഈ ഒരു ഡോസ് എന്ന് പറയുന്നത് 500 to 1000 മില്ലിഗ്രാം എവരി 40 തൊട്ട് 72 മണിക്കൂറിൽ നമ്മുടെ പേഷ്യൻ്റ് കഴിച്ചിട്ടുണ്ടായിരിക്കണം. പിന്നെ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ in less ill patients who are managed in the outpatient hemodialysis center, once a administered post hemodialysis supplement has been shown to result in desired through concentration. നമ്മളിപ്പോൾ ഒരു ഡയാലിസിസ് ഒക്കെ കഴിഞ്ഞ് പോകുമ്പോൾ എത്രത്തോളം പോസ്റ്റ് ഡയാലിസിസിൽ നമുക്ക് എത്രത്തോളം സപ്ലിമെൻറ്റ്സ് കഴിക്കാനായിട്ട് പറ്റും, ഇല്ലെങ്കിൽ എത്രത്തോളമാണ് നമുക്കതിനെ പറ്റുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടൊക്കെ വേണം നമ്മൾ വീട്ടിലേക്ക് മടങ്ങുന്നതിന് വേണ്ടിയിട്ട്.